സർവേഭ്യ നമസ്കാരः. നമ്മളിപ്പോൾ പുല്ലിംഗപദങ്ങൾ പഠിച്ചു, സ്ത്രീലിംഗപദങ്ങൾ പഠിച്ചു, നപുംസകലിംഗങ്ങൾ പഠിച്ചു. ഇനി അതെങ്ങനെ ഉപയോഗിക്കാം, കുറേ ക്രിയാപദങ്ങൾ പഠിച്ചു, പിന്നെ സംഖ്യകൾ പഠിച്ചു, ഏകം ദ്വേ ത്രീണി ഇതെല്ലാം പഠിച്ചു. ഇനി നമ്മൾ സംസ്കൃതത്തിൽ എങ്ങനെ സമയം നോക്കി പറയാം, സംസ്കൃതത്തിൽ എങ്ങനെ പറയും സമയം നോക്കിയിട്ട്, അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഏഷാ ഘടി പഠിച്ചിട്ടുണ്ടല്ലോ. ഘടി, ഘടികാരം മലയാളത്തിൽ പറയും, സംസ്കൃതത്തിൽ ഘടി, ഈകാരാന്ത സ്ത്രീലിംഗം. അപ്പം ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചവാദനം പഠിച്ചിട്ടുണ്ടല്ലോ. ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച, പഞ്ചവാദനം, പഞ്ചവാദനം. പഞ്ച കഴിഞ്ഞ അടുത്ത് എന്താ? ഷഡ് അല്ലേ? അപ്പൊ ഷഡ് വാദനം. സമയഃ സമയഃ ഷഡ് വാദനം. സപ്തവാദനം, സപ്തവാദനം. അഷ്ടവാദനം, നവവാദനം, ദശവാദനം. ഈ 10 നമ്മൾ പഠിച്ച ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഇത് പഠിച്ച. ഇത് 2 പുതിയ അക്കങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഏകാദശ, ഏകാദശ, ദ്വാദശ. ഇതിലൊന്നും വിസർഗം ഇല്ല കേട്ടോ. ഏകാദശ ദ്വാദശ. നമ്മൾ ഏകാദശി എന്നൊക്കെ പറയില്ലേ, അത് 11ാമത്തെ ദിവസത്തിനാണല്ലോ നമ്മൾ ഏകാദശി എന്ന് പറയുന്നത്. ഏകാദശ ദ്വാദശ. അപ്പം നമ്മൾ സമയം നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ സമയം എത്രയപ്പോ? ദശവാദനം. പുതിയ സംഖ്യ നമ്മളിന്ന് പഠിച്ചു, 11ഉം 12ഉം. അത് നോക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ 11 മണിക്ക് നമ്മൾ പറയുന്നതാണ് ഏകാദശ വാദനം. ദ്വാദശവാദനം. അപ്പം നമ്മൾ പഠിച്ചെന്താ? പഞ്ചവാദനം, ഷഡ്വാദനം, സപ്തവാദനം, അഷ്ടവാദനം, നവവാദനം, ദശവാദനം. നമുക്ക് പരിചയമുള്ള സംഖ്യകളാണ്. പുതിയതായിട്ട് പഠിച്ചത് ഏകാദശവാദനം, ദ്വാദശവാദനം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചവാദനത്തിലാണല്ലോ തുടങ്ങിയത്. പഞ്ചവാദനത്തിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പഞ്ചവാദനം പഠിച്ചു. ഇനി ഇങ്ങനെ വരുമ്പോൾ എത്രയാണ്? അതായത് നമ്മൾ അമ്മയോട് പറയും എത്ര മണിയായി, അമ്മ പറയും അമ്മ 5:15 എന്ന് പറയും. ആ കാലിൻ്റെ ഒരു വാക്കാണ് പാദം അല്ലേ? കാലിൽ നമ്മൾ പാദത്തിന്. അപ്പം അത് ഓർത്ത് കഴിഞ്ഞാൽ അങ്ങനെ അസോസിയേറ്റ് ചെയ്ത സപാദ പഞ്ചവാദനം, സപാദ പഞ്ചവാദനം. ഒരു കാലം സപാദ പഞ്ചവാദനം. സപാദ ഷഡ്വാദനം, സപാദ ഷഡ്വാദനം. അപ്പം 5:15 6:15 എന്നുള്ള കാലത്തിന് പാദം, അപ്പം സ ചേർത്താൽ മതി. സപാദ ഷഡ്വാദനം, സപാദ സപ്തവാദനം, സപാദ അഷ്ടവാദനം, സപാദ നവവാദനം, സപാദ ദശവാദനം, സപാദ ഏകാദശവാദനം, സപാദ ദ്വാദശവാദനം. ഇനി നമ്മൾ ഇപ്പം 5:15 6:15 7:15 8:15 9:15 ഒക്കെ നമ്മൾ അതുപോലെ 1:15 2:15 3:15 ഒക്കെ അങ്ങനെ പറയാം. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇപ്പം സപ്പോ 6:30 ആണെന്ന് വിചാരിക്കാം.
6:30. അപ്പം നമ്മൾ മലയാളത്തിൽ എന്താ പറയും, അമ്മ 6:30 എന്ന് പറയും. അരാന്ന് വെച്ചതിൻ്റെ അർദ്ധം, അർദ്ധം. അപ്പം സാർദ്ധ, സാർദ്ധ. ഇത് സപാദ, ഇത് സാർദ്ധ. സാർദ്ധ ഷഡ്വാദനം. 6:30 അപ്പം ഷഡ് 6, സാർദ്ധ. സാർദ്ധ ഷഡ്വാദനം. സാർദ്ധ സപ്തവാദനം. സാർദ്ധ അഷ്ടവാദനം. സാർദ്ധ നവവാദനം. സാർദ്ധ ദശവാദനം. സാർദ്ധ ഏകാദശവാദനം. സാർദ്ധ ദ്വാദശവാദനം. ഇപ്പം 10:15 എങ്ങനെ പറയണമെന്ന് പഠിച്ചു, അര എങ്ങനെ പറയണമെന്ന് പഠിച്ചു. ഇനി നമ്മളിപ്പോൾ 10:45 അമ്മേ 5:45 എന്നൊക്കെ പറയില്ലേ, അതിന് നമ്മൾ അത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കാം, സപാദ എന്ന് പറഞ്ഞ പോലെ ഒരു പാദത്തിന്റെ ഊനാണ്. ഒരു പാദം ഇവിടെ കൂട്ടുമ്പോൾ ഒരു പാദം ഇവിടെ ഊനം വരണം. ഊനം മീൻസ് കുറവ്, നമുക്ക് അറിയാലോ. ഊനം എന്ന് പറഞ്ഞാൽ കുറവെന്നാണ് അർത്ഥം. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, 2:45 എന്ന് പറയും. ഇത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ 2:45. പക്ഷെ എന്തിനാ 3-ന് 15 മിനിറ്റ് കുറവ്. സംസ്കൃതത്തിൽ പറയുമ്പോൾ 3-ന് 15 മിനിറ്റ് കുറവ്. അപ്പം പാദോന ത്രിവാദനം. പാദോന ത്രിവാദനം. പാദോന ദ്വിവാദനം എന്ന് പറയരുത്, പാദോന ത്രിവാദനം. അപ്പം ഇവിടെ സപാദം, പാദം പ്ലസ്, ഇവിടെ പാദം മൈനസ്, പാദോന. ഇവിടെ പാദോന 3:45. അപ്പൊ പാദോന അടുത്ത പറഞ്ഞ ചതുർവാദനം. പാദോന ചതുർവാദനം. ഇപ്പൊ 4:45. അപ്പൊ പാദോന പഞ്ചവാദനം. അപ്പൊ നമ്മളെപ്പോഴും പറയുന്നത് അടുത്തതാണ്. അടുത്തതിന് 5-15 മിനിറ്റ് കുറവെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാദോന പഞ്ചവാദനം. പാദോന സപ്തവാദനം. പാദോന അഷ്ടവാദനം. എട്ടേ മുക്കാൽ എന്ന് പറയുമ്പോൾ പാദോന 8:45, അതായത് 9-ന് 15 മിനിറ്റ് കുറവ്. പാദോന നവവാദനം. പാദോന നവവാദനം. പാദോന ദശവാദനം. പാദോന ഏകാദശവാദനം. പാദോന ദ്വാദശവാദനം. ഇപ്പം നമ്മൾ പഠിച്ചല്ലോ 10:15 എങ്ങനെ പറയും, അല്ലെങ്കിൽ 5:15 എങ്ങനെ പറയും, 6:30 എങ്ങനെ പറയും, 6:45 എങ്ങനെ പറയും. പിന്നെ നമ്മൾ അടുത്തിപ്പോൾ ഏകം ദ്വേ ത്രീണി അത് നമ്മൾ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഇത് പഠിക്കാനായിട്ട്. ഇതുവരെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, ആദ്യം നമ്മൾ തുടങ്ങിയത് പഞ്ചവാദനത്തിലാണല്ലോ. പഞ്ചവാദനത്തിൽ നിന്ന് തന്നെ നമുക്ക് അടുത്തതും കൂടി സ്റ്റാർട്ട് ചെയ്യാം. പഞ്ചവാദനം പഠിച്ചു, സപാദ പഞ്ചവാദനം പഠിച്ചു, സാർദ്ധ പഞ്ചവാദനം പഠിച്ചു, പാദോന ഷഡ്വാദനം പഠിച്ചു. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എണ്ണുമ്പോൾ ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച എന്നാണ് പറയണമെങ്കിലും ഏകം വാദനം എന്ന് പറയില്ല. ഏകവാദനം, ദ്വിവാദനം, ത്രിവാദനം, ചതുർവാദനം. ചത്വാരി വാദനം എന്നല്ല, ചതുർവാദനം പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് പറയണം. ഏകം വാദനം ദ്വേ വാദനം എന്ന് പറയരുത്. എണ്ണുമ്പോൾ നമ്മൾ ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ചാന്ന് പറഞ്ഞാൽ ഏകവാദനം 1 മണി, ദ്വിവാദനം 2 മണി, ത്രിവാദനം 3 മണി, ചതുർവാദനം 4 മണി. ഇനി നമ്മൾ അമ്മ എത്രയായി സമയം എന്തായി ചോദിക്കുമ്പോൾ 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയി അമ്മ, അല്ലെങ്കിൽ 5:05 എന്ന് പറയില്ലേ. അപ്പം നമ്മൾ ഇത് ഓർത്താൽ മതി, പഞ്ച പ്ലസ് അധികം പ്ലസ് പഞ്ച. അതെ, പഞ്ചാധിക പഞ്ചവാദനം. പഞ്ച അധിക പഞ്ചവാദനം. ഇങ്ങനെ വരുമ്പോഴോ
ദശാധിക പഞ്ചവാദനം. പഞ്ചാധിക പഞ്ചവാദനം, ദശാധിക പഞ്ചവാദനം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. സപാദ പഞ്ചവാദനം. ഇത് എത്രയാ? 20. വിംശതിയല്ലേ? വിംശതി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വിംശത്തധിക പഞ്ചവാദനം. വിംശത്തധിക പഞ്ചവാദനം നേരത്തെ പറഞ്ഞു. ഇനി ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആയല്ലോ. ഇനി നമുക്ക് നോക്കാം. ഇതുപോലെ സാർദ്ധ പഞ്ചവാദനം. ഇപ്പം വിംശത്തി നമ്മൾ ഇത് 25 എന്താ പറയുക? പഞ്ചവിംശതി. ഇപ്പം പഞ്ചവിംശത്തധിക പഞ്ചവാദനം. ഇതാണെങ്കിൽ എഗെയിൻ സാർദ്ധ പഞ്ചവാദനം. സാർദ്ധ അപ്പോൾ ഏകം 50 വരെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. ഇനി നമ്മൾ ഇതിലോട്ട് പോകാം. ഇങ്ങോട്ട് വരുമ്പോൾ ഇനി ഇതുപോലെ ഇങ്ങനെ കൂടി പറഞ്ഞ് കൂടെ നമ്മളെന്താ പറഞ്ഞ് പാദോന് ഷഡ്വാദനം. 6ന് 15 മിനിറ്റ് കുറവ്. അപ്പം അതുപോലെ നമുക്ക് ഇങ്ങനെ ഊനം, ഇത് കഴിഞ്ഞ് നമുക്ക് ഊനം എടുക്കാം. നമ്മളിങ്ങനെ കൂട്ടി വരുന്നതിന് പകരം 10 മിനിറ്റ് കൂടി ഉണ്ട് അല്ലേ 6ന്. അപ്പം ദശോന് ഷഡ്വാദനം. ദശോന് ഷഡ്വാദനം. ഇവിടെ നോക്കുകയാണെങ്കിൽ പഞ്ചോന് ഷഡ്വാദനം. ഇവിടെ പഞ്ചാധിക പഞ്ചവാദനം. ഇവിടെ പഞ്ചോന് ഷഡ്വാദനം. ഇങ്ങനെ സമയം നമുക്ക് നോക്കി എന്നും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സമയം പറഞ്ഞ് പഠിക്കാൻ പറ്റും. സംസ്കൃതത്തിൽ എങ്ങനെ പറയാം, സമയം നോക്കി സംസ്കൃതത്തിൽ എങ്ങനെ പറയാം എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇട്ട് നോക്കുകയാണെങ്കിൽ സംസ്കൃതത്തിൽ സമയം നോക്കി പറയാനായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിലോട്ട് നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വാചകങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ. സർവേഭ്യ നമസ്കാരः, സർവേഭ്യ ധന്യവാദः.